കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ കൺസിസ്റ്റൻസിയാണ്. ശരിക്കും പറഞ്ഞാൽ 200-ൽ പരം ദിവസങ്ങളായിട്ടും ഇത് നിൽക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ കൺസിസ്റ്റൻസി കർത്താവ് ആഗ്രഹിക്കുന്നത് സ്ഥിരത തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ടൊരു കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഹാലല്ലുയ. ആ നടക്കുന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറിനെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഹാലല്ലുയ. ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം പോവുകയാണെങ്കിൽ, കാരണം അത് നിന്ന് പോവോ അതൊരു ചിന്തയൊന്നുമില്ല. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ സഭയുടെ മേലൊരു ഫേവർ, കർത്താവിൻ്റെ ഒരു ഫേവർ എന്തായാലും ഉണ്ട്. പക്ഷെ അത് മറ്റുള്ളവർ കാണത്തക്ക രീതിയിലേക്ക് അത് മാറും. ആമേൻ. താങ്ക് യു ലോഡ്. റിബാറെ കസി ഖരബ. താങ്ക് യു ലോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോഡ്. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, യെസ് ലോർഡ്, അത്യുന്നതൻ നീ, അങ്ങേപ്പോലൊരു ദൈവമില്ല. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. അങ്ങ് ഉന്നതനായ ദൈവം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അവർ വണ്ടർഫുൾ കൗൺസിലർ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അങ്ങ് ഞങ്ങളുടെ സമാധാനത്തിൻ്റെ പ്രഭു, രാജാതിരാജനും കർത്താവുമായ കർത്താവായ യേശുക്രിസ്തുവെ ഞങ്ങൾ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. പിതാവാം ദൈവമേ, ഹല്ലേലൂയ. സർവശക്തനെ, ഹല്ലേലൂയ. എൽ ഷദായ്, ജൈറേ, യഹോവ നിസി, ഹല്ലേലൂയ. പിതാവാം ദൈവമേ, മക്കളെന്ന് വിളിക്കുവാൻ തക്കവണ്ണം അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തിയ പിതാവാം ദൈവമേ, അപ്പനെ ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ നല്ലൊരു കൗൺസിലറും അഡ്വൈസറും ടീച്ചറും നാവിഗേറ്ററും കമ്പാനിയനും ഹെൽപ്പർ, അഡ്വക്കേറ്റ്, കംഫർട്ടർ ആൻഡ് എവ്രിതിങ്, ഹോളി സ്പിരിറ്റ്, വി വെൽക്കം യു ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പ. ഈ വൈകുന്നേരത്തെ കർത്താവെ, ഈ ഫെലോഷിപ്പിലേക്ക് കർത്താവെ, ഈ മീറ്റിങ്ങിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്ന കർത്താവെ, ഇത്രയും ദിവസങ്ങളായിട്ട് സ്ഥിരതയോടെ ഈ ഓട്ടം ഓടുന്ന എൻ്റെ അപ്പ. ഹല്ലേലൂയ. കർത്താവെ, ഈ ഓട്ടത്തിൽ എൻ്റെ അപ്പ ഇത് കേൾക്കുന്നവർക്കെല്ലാം കർത്താവെ കൃപയ്ക്ക് മേൽ കൃപ അങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ, ഇനി അത് അധികമായിട്ട് വർദ്ധിക്കണം എൻ്റെ അപ്പ. ലെറ്റ് ദ മേഴ്സി ലൊക്കേറ്റ് അപ്പോൺ ദം ലോർഡ്. ലെറ്റ് ദ ഗ്രേസ് ബി ലൊക്കേറ്റ് അപ്പോൺ ദം ലോർഡ്. യെസ് ലോർഡ്. താങ്ക് യു ലോർഡ്. ആൻഡ് ലെറ്റ് ദം ബി ട്രാൻസ്ഫോംഡ് ലോർഡ്. കർത്താവെ അങ്ങയുടെ വചനം പറഞ്ഞിരിക്കുന്ന എൻ്റെ അപ്പ, റോമർക്കെഴുതിയ 12:2 അങ്ങ് പറഞ്ഞിരിക്കുന്നു, നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് നിങ്ങൾ മനസ്സുകളെ പുതുക്കി രൂപാന്തരം പ്രാപിപ്പാൻ എൻ്റെ അപ്പ. ഈ കർത്താവെ, ഈ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട് കർത്താവ് 200-ൽ പരം കർത്താവെ ദിവസങ്ങളായിട്ട് കർത്താവ് ഒരു കൂടിയിരിക്കുമ്പോൾ എൻ്റെ അപ്പ ഹല്ലേലൂയ, അനുദിനം പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അപ്പ, ഈ പുതുക്കം എൻ്റെ അപ്പ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവ്, ഇവരിൽ വന്നിരിക്കുന്ന ഈ പുതുക്കം കർത്താവെ അവരുടെ ഭവനത്തിലൊരു വെളിച്ചമായിട്ട് കർത്താവ് ഇരുട്ട് മാറിപ്പോകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഈ സഭയ്ക്കൊരു അനുഗ്രഹമായിട്ട് കർത്താവെ അങ്ങ് ചെയ്യുന്ന കൃപകൾക്കായിട്ട് അങ്ങ് നന്ദി പറയുന്ന എൻ്റെ അപ്പ. കർത്താവെ, പാസ്റ്ററേയും സിസ്റ്ററേയും
കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പ. കർത്താവെ, ഇവർ റിവൈവലിനായിട്ട് കോതമംഗലത്തിൻ്റെ റിവൈവലിനായിട്ട് നിർത്തിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. കർത്താവെ, അവരുടെ ദൈവദാസൻ കർത്താവെ എഴുന്നേറ്റതിനായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്ന കർത്താവെ. എല്ലാ ദിവസവും കർത്താവെ റിവൈവ് ചെയ്യാനായിട്ട് കർത്താവെ, ജനങ്ങളുടെ ഹൃദയങ്ങളെ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുണ്ട് എൻ്റെ അപ്പ. ഹല്ലേലൂയ. ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം കർത്താവെ അങ്ങ് വൻ വിജയമാക്കി തീർത്തുകൊണ്ടിരിക്കുന്നവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നത്. അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ നിറവ്, കർത്താവെ ട്രാൻസ്ഫോർമേഷൻ, കർത്താവെ നിറവ് എൻ്റെ അപ്പ. എല്ലാം അങ്ങ് ചെയ്യുന്നവൻ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. അന്ത്യകാല കർത്താവെ, ഈ കാലഘട്ടത്തിൽ എൻ്റെ അപ്പ ഈ ശുശ്രൂഷയിൽ ഇവരെ ഉപയോഗിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. സഭയ്ക്ക് ഒരു അനുഗ്രഹത്തെ കർത്താവെ, ഒരു അനുഗ്രഹമാക്കി ഇവരെ മാറ്റിയിരിക്കാൻ നന്ദി പറയുന്ന കർത്താവെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പാസ്റ്ററേയും കർത്താവെ സിസ്റ്ററേയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സകല ഏരിയയിലും കർത്താവെ അങ്ങ് അത്ഭുതകരമായിട്ട് കർത്താവെ അങ്ങയുടെ കൗൺസിലിംഗ് ആൻഡ് കർത്താവെ അവിടെ ഒരു ചേഞ്ച് അങ്ങ് കൊടുക്കുന്നവൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു എൻ്റെ അപ്പ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് വചനം അങ്ങ് സംസാരിക്കുന്ന കർത്താവെ, അതിനായിട്ട് കർത്താവെ എൻ്റെ വായ തുറക്കുമ്പോൾ എൻ്റെ അപ്പ കർത്താവെ അതിനെ നിറച്ചെൻ്റെ അപ്പ. അത് കർത്താവ് ഓരോരുത്തരോടും പറയാൻ സഹായിക്കുന്നവരൊക്കെയായിട്ട് അന്നേ പറഞ്ഞു. ഞാനല്ല എൻ്റെ അപ്പ, അങ്ങേക്ക് എന്നോടും ഇവരോടും സംസാരിക്കാനുള്ളത് എൻ്റെ അപ്പ. അങ്ങ് സംസാരിക്കുന്നവൻ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എൻ്റെ അപ്പ. ഹല്ലേലൂയ. അങ്ങ് ചെയ്തിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും ഞങ്ങൾ കേൾക്കുന്ന ദൈവം. ഈ പ്രാർത്ഥനകൾക്ക് മറുപടി നിർഭയക്കാട്ടെ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിപ്പാൻ സഹായിച്ചതായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ, വീണ്ടും കാണാൻ പറ്റിയതിൽ സന്തോഷം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 പ്രാവശ്യം എടുത്ത ക്ലാസ്സുകൾ എനിക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരുമായിരുന്നു. നമ്മൾ എടുത്തത് 2 പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടായിരുന്നു. പരിശുദ്ധാത്മാവിൽ നമ്മൾ എങ്ങനെ വളരാം എങ്ങനെയുള്ള ക്ലാസ്സുകളായിരുന്നു നമുക്ക് എടുത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ റോമർക്ക് ലേഖനം 8:28. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, റോമർക്ക് എഴുതിയ ലേഖനം 8:28 ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. റോമർ 8:28. താങ്ക് യു ലോർഡ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആമേൻ, ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും. ഹല്ലേലൂയ. അവിടെ ശകലമെന്നൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, സകലതും. ശകലമല്ല, സകലവും. എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നിച്ച് നോക്കുമ്പോൾ വന്ന് നിൽക്കുന്നത് നന്മ മാത്രമാണ്. ഏത് കാലഘട്ടം എടുത്താലും, ഏത് പ്രശ്നം എടുത്താലും, ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും, ഏത് ഇയർ എടുത്താലും അതിൻ്റെ എൻഡെന്ന് പറയുന്നത് എന്തായിരിക്കും? അത് നന്മയ്ക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി വ്യാപരിച്ച് കഴിയുമ്പോൾ ഒന്നിച്ച് നോക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്, അല്ലേ? ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ 9-ാം വചനം പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്നേ, ഒരു ചെവി കേട്ടിട്ടില്ലെന്നേ, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന്. ഹല്ലേലൂയ. പക്ഷെ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെയാണ്. എന്താണ്? എന്നാലോ നമുക്കത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ? പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തിയ കാര്യം തന്നെ പറയണം. എന്താണ്? ഇത് കൂടി വ്യാപരിക്കാൻ പോകുന്നത് ഒരു വലിയ നന്മയ്ക്കാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. വലിയൊരു നന്മയിലേക്ക് ഇത് കടത്തിക്കൊണ്ട് പോവുക. ഹല്ലേലൂയ. ആ കടത്തിക്കൊണ്ട് പോകുന്നത് നന്മയിലേക്ക് തന്നെയാണ്. ഇനിയിപ്പം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ട, ഇത് ഞാൻ ഇത്രയും പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്, അപ്പോൾ പിന്നെ ഇത് ശരിയാവുന്നത്? എൻ്റെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞ പോലെ വല്ലതാണോ? ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവർക്കുള്ളൊരു മറുപടി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുള്ള ആ ക്യാരക്ടറിനെ ഞാനങ്ങ് പറയും. ഏതാണ്? നമ്മുടെ ജോസഫ്. ഹല്ലേലൂയ. ജോസഫിനെ കുറിച്ച് അങ്ങ് പറയാൻ പോവാ. ജോസഫ് സത്യം പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇത്രയും നല്ലൊരു മോഡലായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പച്ചയായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നേക്കുക. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ജോസഫിനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഈ പഴയ നിയമ പുസ്തകം നമുക്ക് തന്നിരിക്കുന്നത്.
അല്ലെങ്കിൽ പുതിയ നിയമം വന്നപ്പോൾ പഴയ നിയമത്തിൻ്റെ ആവശ്യം എന്നാ? നിങ്ങൾ നോക്കണം, പഴയ നിയമത്തിൽ ഞാൻ എന്നാ ചെയ്തു വെച്ചേക്കണേന്ന്. ഹല്ലേലൂയ. അല്ലേ, അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമോ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളിൽ ഒന്നും നീ മറക്കരുത്. കാരണം എന്നാ, നീ ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് ഞാൻ ചെയ്തു നോക്കുമെന്ന് തിരിഞ്ഞ് നോക്കിയേക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കാനാണ് ആ വചനം പറയുന്നതെങ്കിലും നമുക്ക് പഴയ നിയമ കാലത്തേക്കും കൂടി ഒന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, അബ്സല്യൂട്ട് തികച്ച അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു നന്മയ്ക്കും കുറവ് വരികയല്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പറഞ്ഞവൻ മനുഷ്യനല്ല, ദൈവമത്രേ. ഹല്ലേലൂയ. അവൻ വാക്ക് മാറുകയില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വാക്ക് പറഞ്ഞവനെ വിശ്വസിക്കാം. ഹല്ലേലൂയ. ഞാൻ പറയണത് വിശ്വസിക്കേണ്ട, പക്ഷെ കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചോ. ഹല്ലേലൂയ. വചനം പറഞ്ഞിരിക്കുന്നത് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ജോസഫിൻ്റെ ഒരു ലൈഫ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോസഫ് നോക്കണ്ട, ജോസഫിനെ നോക്കണം. ആരെ നോക്കണം? ജോസഫിനെ നോക്കണം നമുക്ക്, ദാവീദിനെ നോക്കണം നമുക്ക്, അബ്രഹാമിനെ നോക്കണം നമുക്ക്, മോശയെ നോക്കണം. ആരെ നോക്കിയാലും നമുക്കറിയാം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചിട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. അല്ലേ, ആരെ നോക്കിയാലും. പക്ഷെ നമ്മൾ ഇന്ന് ജോസഫിനെ ഒന്ന് എടുത്തു നോക്കുക. ഹല്ലേലൂയ. ജോസഫിനെ എടുക്കുമ്പോൾ ജോസഫിൻ്റെ ജനനം, അല്ലേ, ജോസഫിൻ്റെ ജനനത്തിനകത്ത് സത്യം പറഞ്ഞ പിതാവായ യാക്കോബിനുണ്ടായ സന്തോഷം ഭയങ്കര വലുതായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞിട്ട്, താൻ സ്നേഹിച്ച ഭാര്യയിൽ ആദ്യം കിട്ടുന്ന പുത്രനാണ്. ഹല്ലേലൂയ. ശരിയല്ലേ, താൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, അല്ലേ, അതിനകത്തുണ്ടായ ആദ്യ പുത്രനായതുകൊണ്ട് ജോസഫിനോടുള്ള യാക്കോബിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര വില മതിക്കാനാവാത്തതാണെന്ന് നമുക്ക് അതിനകത്ത് കണ്ടറിയാൻ പറ്റും. കാരണം എന്നാൽ അതേ ഭാര്യയെ തന്നെ ഉണ്ടായതാണ് ബെഞ്ചമിനോട് അത്രയില്ല. കാരണം എന്നാണ്, ആ മകൻ്റെ മരണത്തോടു കൂടി എന്ത് സംഭവിച്ചു? ആ ഭാര്യനെ നഷ്ടപ്പെട്ടു. അപ്പം അതിൻ്റെ ഒരു ദുഃഖമൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അതിന് ആദ്യ ജാതനോടുള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു സ്നേഹം കൂടുതലും ഉണ്ടല്ലോ, കടിഞ്ഞൂലിനോടുള്ളൊരു സ്നേഹം. അത് കാരണം അല്ലേ, അതുകൊണ്ടല്ലേ കർത്താവ് ഈജിപ്തിൽ നിന്നും അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ വിളിച്ച കാരണം ദൈവത്തിൻ്റെ കടിഞ്ഞൂലാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ കടിഞ്ഞൂലിനോട് കർത്താവിനൊരു വല്ലാത്ത സ്നേഹമല്ലേ. അവർ തന്നെയാണ് ഇപ്പോഴും കടിഞ്ഞൂല്. ശരിയല്ലേ, നമ്മളതിൻ്റെ പുറകെ വന്നവരാ. അവരോടുള്ള ദയവ് അങ്ങോട്ട് നിർത്തിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ദയ കിട്ടിയെന്ന് മാത്രം. ഹല്ലേലൂയ. ശരിയാണല്ലോ. അവരെ കർത്താവ് ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്നങ്ങ് ഉപേക്ഷിച്ച് വെച്ചേക്കുവാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ദയാന്ന് മാത്രം. അപ്പോൾ കടിഞ്ഞൂലിനുള്ള സ്നേഹം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ജോസഫിനോട് യാക്കോബിനുണ്ടായ സ്നേഹം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സ്നേഹമാണ്. ഹല്ലേലൂയ. ആ ഒരു സ്നേഹത്തെ പ്രതി ഇദ്ദേഹം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും ബാക്കിയുള്ളവരുടെ കൂടെ വിടുകയല്ല. അല്ല, ആടിനെ വയ്ക്കാനും എപ്പോഴും തൻ്റെ മടിയിലിരുത്തിക്കൊണ്ടായിരിക്കുന്നത്, എപ്പോഴും മടിയിലിരുത്തി. അത് മാത്രമല്ല, ഏറ്റവും നല്ല ഡ്രസ്സ്, കളേർഡ് ഡ്രസ്സ്. ഹല്ലേലൂയ. ഇതാണ് ജോസഫിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബ് കൊടുത്തുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാവർക്കും കാണുമ്പോൾ ഒരു അസൂയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവർക്ക് വല്ല മിണ്ടാൻ വകുപ്പുണ്ട്? ഒന്നും മിണ്ടാൻ വകുപ്പില്ല. ഇവരിങ്ങനെ ജോസഫിനെ സ്നേഹിക്കുന്നതും കണ്ടുകൊണ്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ അസൂയപ്പെട്ടുകൊണ്ട് നടക്കുക. അത് എവിടെയാണ് നമുക്ക് തിരിച്ചറിഞ്ഞാൽ, ജോസഫിനെ കുറിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു, നമ്മളെപ്പോലെ. ഹല്ലേലൂയ. നമ്മളും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ പദ്ധതി ഇട്ട് തന്നെ വന്നേക്കുന്ന. ഹല്ലേലൂയ. അപ്പോൾ യോസഫിന് ഈ പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ എന്നാ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്വപ്നം കണ്ട് പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്വപ്നം കാണുമെന്നേ. ഹല്ലേലൂയ. പറഞ്ഞിട്ട് കാര്യമില്ല. പൊട്ടൻഷ്യൽ ഉള്ളവരെ കാണുമ്പോൾ ഈ പറഞ്ഞ പ്രോമിസൊക്കെ വരുന്നേ. പൊട്ടൻഷ്യൽ ഉള്ളവരെ കാണുമ്പോൾ ഈ പ്രവചനവും വരുന്നേ. ഹല്ലേലൂയ. പൊട്ടൻഷ്യൽ ഉള്ളവരുടെ പ്രത്യേകത തന്നെയായിരിക്കും, അവൻ്റെ ഉള്ളിൽ എപ്പോഴും സ്തുതിയായിരിക്കും. ഹല്ലേലൂയ. സ്തുതിക്കുന്നവൻ്റെ തലേ കൈ വെച്ചാൽ പ്രവസി വന്നിരിക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അല്ലേ, അപ്പോൾ എന്നാ സംഭവിക്കുന്നത്? ഈ പൊട്ടൻഷ്യൽ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തെ കർത്താവ് ഇങ്ങനെ സ്വപ്നം കാണിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്നെ, ഓൾറെഡി അപ്പനെ ഉള്ള സ്നേഹം കാരണം കണ്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ അസൂയാണ്, അല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ഈ അസൂയ ഉണ്ട്. അത് എന്നെ തുടങ്ങിയേക്കണം, അന്നേ തുടങ്ങിയേക്കണം. എവിടെ? ആദാമിൻ്റെ സന്തതിയിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കുന്ന ഒരു സാധനമാണ് ഈ അസൂയ എന്ന് പറയുന്നത്. കായീന് ഹാബേലിനോട് ഉണ്ടായ പോലെ ഇതും ഇങ്ങനെ തന്നെ അസൂയ, അല്ലേ. കായീൻ എന്നെ ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഹാബേലിനെ കൊന്നാൽ മതി എന്ന് പറഞ്ഞ പോലെ ഇവിടെ അസൂയ ജനിക്കത്തക്ക രീതിയിൽ ഒരു സ്വപ്നം ദൈവം കാണിച്ചു കൊടുക്കുക. എന്താ സ്വപ്നം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം, അല്ലേ. എന്താണ്? ചേട്ടന്മാർ തന്നെ നമസ്കരിക്കുന്നു. അപ്പനാണെങ്കിൽ ഇതുപോലെ സ്നേഹിക്കുന്നു. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ എന്നാ ചെയ്യണു? ഇനി ചേട്ടന്മാർ ഞങ്ങളും കൂടെ വന്നിട്ട് ഇവനെ ഒന്ന് നമസ്കരിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ചെയ്യണം? അവരുടെ അസൂയ ഒന്നുകൂടെ കൂടി. ശരിയല്ലേ? ഇത് പോരാത്തതിന് രണ്ടാമത് ഒരു സ്വപ്നോടെ കാണിച്ചു കൊടുക്കുക. എന്താ സ്വപ്നം എന്ന് പറയുന്നത്?
ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ, താരങ്ങൾ, അല്ലേ, ശരിയല്ലേ? ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇതിനും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒക്കെ കൂടെ കൂടി തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഈ ജോസഫിനെ നശിപ്പിച്ചേ പറ്റൂ. മനസ്സിലായ? ഇത് തന്നെയാണ് ശത്രുവിൻ്റെ പണി, അല്ലേ, ശരിയല്ലേ? ആ ശത്രു ഇത് പണിയിടുക. എന്നാണ് പറയുന്നത്? എങ്ങനെയെങ്കിലും ഇവനെ നശിപ്പിക്കണം. കാരണം ഇവൻ ഇങ്ങനെ കയറിയാൽ ചിലപ്പോൾ എത്തേണ്ടടുത്ത് എത്തും. അതുകൊണ്ട് എത്തിക്കരുത്, എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. ആ നശിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനം വന്ന സമയത്ത് കറക്റ്റായിട്ട് മുമ്പിലെത്തി കിട്ടിയിട്ടുമുണ്ട്. ശരിയല്ലേ? ശത്രുവിന് പിടിക്കാൻ പാകത്തിന് കറക്റ്റ് മുമ്പിൽ കൊണ്ടുവന്ന് അപ്പം തന്നെ വിട്ടതാ. ഹല്ലേലൂയ, ചേട്ടന്മാരെ അന്വേഷിക്കാൻ വിട്ടതാ. ശരിയല്ലേ? കറക്റ്റായിട്ട് മുമ്പിൽ വന്ന് പെട്ടിട്ടുമുണ്ട്, രക്ഷപ്പെട്ടു. ഇപ്പം തക്ക സമയം. പോരാത്തതിന് വനത്തിലും കൂടെ, പോരാത്തതിന് വലിയ കാട്ടുമൃഗങ്ങളും തിന്നു എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലേ, പറയാമെന്നല്ല, അത് പിന്നെ സെറ്റ് ചെയ്തതാണ്. ഇവരാദ്യം വിചാരിച്ച കൊന്നു കളയോ, ഒന്നും ചെയ്യുക. അവർ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഇപ്പം എന്തിനാ? അവരെ വിട്ടു എന്നല്ലേ ഉള്ളൂ. അവരുടെ അടുത്ത് എത്തി എന്നുള്ളതിന് എന്നാ പ്രൂഫുള്ളേ? 11 പേരിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഒരു പ്രൂഫും ഇല്ല, ഞങ്ങൾ കണ്ടിട്ടില്ലെന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇത് കയറേണ്ടി ഇവർ കൊന്നു കളയാനുള്ള ഒരു പ്ലാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? പൊട്ടക്കിണറ്റിൽ ഇട്ട് കൊന്നു കളയാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും റൂബൻ കയറി തടഞ്ഞു. ശരിയല്ലേ? കൊന്നൊന്നും ഇടണ്ട, ജീവനോടെ അതവിടെ കിടക്കട്ടെ, അല്ലേ? അവിടെ ഇപ്പം ആരായി? ആ ഡെസ്റ്റിനിയിലേക്കുള്ള ഒരു ഹെൽപ്പർ, ആ ഒരു എന്നാ പറയണ, മുമ്പിലുള്ള പദ്ധതിയിലേക്കുള്ള ഒരു ഹെൽപ്പറായിട്ട് റൂബൻ എഴുന്നേറ്റു. ദി ഫസ്റ്റ് ബോൺ. ഹല്ലേലൂയ. ഈ ജോസഫിനുണ്ടായ, യാക്കോബിനുണ്ടായ ഫസ്റ്റ് ബോൺ ആരായിരുന്നു? റൂബനായിരുന്നു. റൂബനെ അവിടെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. റൂബേന് ഒരു ദയ തോന്നി. ഹല്ലേലൂയ. ആ റൂബേന് എന്നാ പറഞ്ഞത്? കൊല്ലൊന്നും വേണ്ട, പൊട്ടക്കണ്ടറി കിടന്നോട്ടെ, അവിടെ എങ്ങാനും കിടന്നാൽ മതി, അല്ലേ? പൊട്ടക്കണറി കിടന്ന്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു വചനമുണ്ട് കേട്ടോ. റൂബൻ വിചാരിച്ച, റൂബൻ ഒരു സ്നേഹമുണ്ട്, കാര്യം ഇത്തിരി അസൂയൊക്കെ ഉണ്ടെങ്കിലും ഒരു സ്നേഹമുണ്ട് കേട്ടോ. എന്നാ സ്നേഹം എന്ന് പറയട്ടെ, ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ അപ്പൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് ഇവനെ വിളിച്ചുകൊണ്ട് പോവാം. അനിയനല്ലേ, അവനെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാം. ഇപ്പം അത്യാവശ്യം ചേട്ടന്മാരുടെ കൂടെ നിൽക്കണം. എന്നാ പറയണത്? അനിയനെ ഉപദ്രവിച്ചാലും വേണ്ടില്ല, എനിക്ക് ഇവരുടെ പക്ഷം ചേർന്ന് നിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. മനസ്സിലാവണ്ടോ? കാരണം എന്നാ, പുള്ളിക്ക് എന്നാ പറയണത്? ഇവരുടെ കൂടെ നിന്നുള്ള ഇവരുടെ സ്നേഹം, ഇവരുടെ മുഖസ്തുതി, അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. മനസ്സിലാവണ്ടോ? ആ ഒരു സപ്പോർട്ടിന് വേണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കൊടുക്കാൻ തീരുമാനിച്ചെങ്കിൽ പോലും ഒരു ഉള്ളിലൊരാശയമുണ്ട്, ഇവന്മാരങ്ങ് മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം, എനിക്ക് ഈ അനിയനെ കൊണ്ടുവന്ന് അനിയനെ വിടുവിച്ചുകൊണ്ട് പോകാമെന്നുള്ള ഒരു ആഗ്രഹത്തെ പ്രതി അത് പറയുന്നത്. പക്ഷേ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഇതിങ്ങനെ കിടന്നാൽ മരിച്ചു പോകില്ലോ എന്ന് ഓർത്തുകൊണ്ട് അടുത്ത ലെവലിൽ ആരെ? ജൂതനെ എഴുന്നേൽപ്പിച്ച് കർത്താവ്. ഹല്ലേലൂയ. ശത്രു വിചാരിച്ചു പൊട്ടക്കിണറിലിട്ട് കൊന്നിടാന്ന് പറഞ്ഞപ്പോൾ വേണ്ട. അപ്പോൾ ശത്രു വിചാരിച്ചു രൂപൻ വഴി തടഞ്ഞത്, നടന്നില്ല അത്, അല്ലേ? അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ആരെ എഴുന്നേൽപ്പിക്കുന്നത്? അല്ല, രൂപൻ വഴി പറഞ്ഞു, നടന്നില്ല. അടുത്തത് യൂത വഴി പറയുക, അല്ലേ? യൂത വഴി എന്നാ പറയണത്? ഇവിടെ ഒന്നും നിർത്തണ്ട, ഇത് ആർക്കെങ്കിലും വിറ്റ് കളഞ്ഞാൽ എവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചിട്ട് തന്നെ കാര്യം, കാശെങ്കിലും കിട്ടുമല്ലോ. അപ്പോഴും ജൂതയുടെ ഉള്ളിൽ എന്നാ നടക്കണേ? എവിടെയെങ്കിലും പോയി ജീവിച്ചിരിക്കട്ടെ. ജൂത രൂപയും വിചാരിച്ചു തിരിച്ച് അപ്പൻ്റെ അടുത്ത് എത്തിക്കാന്ന്. ജൂത വിചാരിച്ചു എവിടെയെങ്കിലും ജീവിച്ചിരിക്കട്ടെ. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഉള്ളിലൊരു നന്മയുണ്ട്, ഇവരെ തിരിച്ച് ജീവിച്ചിരിക്കെങ്കിലും കാണണം. പക്ഷെ ചേട്ടന്മാരുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റൂല. പിന്നെ അസൂയയുടെ ഒരു വിത്ത് അവിടെ കിടക്കുന്നുണ്ടല്ലോ, അത് പക്ഷെ പടുവൃക്ഷമായിട്ടില്ല എന്ന് മാത്രം, അല്ലേ? പടുവൃക്ഷമായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇവരും അങ്ങ് കൂടിയേനെ. വിത്ത് അവിടെ കിടപ്പുണ്ട് അസൂയയുടെ. മനസ്സിലാവുന്നുണ്ടോ? അസൂയ മാത്രം ഇൻസെക്യൂരിറ്റിയും. കാരണം എന്താണ്? താൻ ഈ അനിയൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി ഇവൻ്റെ മുന്നിൽ എങ്ങാനും ചെന്ന് ഞാൻ എന്നാൽ കുമ്പിടേണ്ട വരേണ്ട അവസ്ഥ വരുമോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി, അല്ലേ? എന്നൊക്കെ അത് കൂടെ കിടക്കണ്ടേ. ഈ ഒരു ഒറ്റ കാരണവും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഇവർ രണ്ടുപേരും എതിർത്തില്ല പുള്ളിനെ ഒഴിവാക്കണതിനകത്ത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു എന്ത് നല്ല ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ആയിരുന്നു റൂബനും ജൂതേത, ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇവർ രണ്ടുപേരും ഈ ഒരു തീരുമാനം ഈ കർത്താവ് ഇവരെ കണ്ട് എടുപ്പിച്ചിട്ടില്ലായിരുന്നു, എന്നാ കാണിച്ചിട്ടാണ് ഈ ജോസഫ് മിസ്രൈമിൽ എത്തുന്നത്? എത്തുകയിലാണ്. കാരണം ഇതേ എന്ന് ഈ മടി കിടന്ന് ഏറിപ്പോയ ഏറ്റവും ദാവീദിനെ പോലെ നല്ലൊരു ആട്ടിടയനായിട്ട് മാറിയാനെ. കാരണം ഇവരുടെ പണി അതാ. മനസ്സിലാവുന്നുണ്ട്? ഒരു ആട്ടിടയൻ്റെ ലെവൽ വരെ പോകാനുള്ള ഒരു പൊട്ടൻഷ്യലേ ആ വീട്ടിൽ നിന്നുള്ളൂ. കാരണം അപ്പൻ്റെ ഡ്യൂട്ടി അതായിരുന്നു. അപ്പൻ ലാബാൻ്റെ അടുത്തുനിന്ന് ഈ പണിയും പഠിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ ബിസിനസ് അതാണ്. അപ്പോൾ ഈ തൻ്റെ ആ ബിസിനസ്സിനെ ഒന്നുകൂടി വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ ഒരു രാജ്യത്തിൻ്റെ മന്ത്രിസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു വകുപ്പില്ല. കാരണം ഇത് എപ്പോഴും മടിയില്ല. ഹാലലിയ. ഭയങ്കര പ്രാണബന്ധം, ഭയങ്കര സോൾട്ടയ്യ. ഹാലലിയ. ആരുമായിട്ട്? ഈ പ്രാണബന്ധം അങ്ങ് എവിടെ കിടക്കുക? അപ്പനും മകനും, മകനും അപ്പനുമായിട്ട് കിടക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ അല്ലാണ്ട് എത്തിക്കാൻ പറ്റുകയില്ല.
നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? പിശാച് പലതും അങ്ങനെ ചെയ്യാൻ നോക്കും, പക്ഷേ കർത്താവ് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു പിക്ചറിൽ നമ്മൾ എന്നാ കാണുന്നത്? റൂബേനും ജൂദയും നല്ല ഒന്നാന്തരം ഡെസ്റ്റിനി ഹെൽപ്പേഴ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ ഞാൻ വേറൊരു കാര്യങ്ങളും കൂടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് ഉണ്ടായിരിക്കും. നിങ്ങളെ സഭയെ സംബന്ധിച്ച് സഭയിലെ പാസ്റ്ററാണ് നിങ്ങളുടെ ഡെസ്റ്റിനി ഹെൽപ്പർ. നിങ്ങളെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുക, നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് എത്തിക്കുന്ന ഒരു ഹെൽപ്പർ. ഹല്ലേലൂയ. അത് എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ സീസണിൽ എന്തായിരുന്നു, നിങ്ങൾ ഈ ചർച്ചിലേക്ക് എത്തിച്ചത് ചിലപ്പോൾ പാസ്റ്റർ അല്ലായിരിക്കാം, അത് വേറെ ആളായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഡെസ്റ്റിനി ഹെൽപ്പർ വേറെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ ചർച്ചിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനി ഹെൽപ്പർ. അപ്പോൾ ഓരോ സീസണിലും ദൈവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നുണ്ട്, അല്ലേ? നമ്മുടെ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ അടുപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ആ ജൂദയുടെ വാക്ക്, രൂബൻ വിചാരിച്ച പോലെ തന്നെ അത് നടന്നായിരുന്നെങ്കിൽ തിരിച്ച് ജോസഫിൻ്റെ മടി തന്നെ പോയേനെ. പക്ഷെ അവിടെ കർത്താവ് ജൂദേനെ എഴുന്നേൽപ്പിച്ചത് കൊണ്ടാണ് ഇതെന്തിയ മിസ്രൈമിന് വിറ്റത്. ഹല്ലേലൂയ. അങ്ങനെ ലാസ്റ്റ് പോത്തിഫറിൻ്റെ വീട്ടിലെത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കിണറ്റിൽ കിടന്നുകൊണ്ട്, ആ പൊട്ടക്കിണറിൽ കിടന്നുകൊണ്ട് ഈ ജോസഫ് അങ്ങ് പറയുമെന്ന് വിചാരിച്ചോ, എൻ്റെ ലൈഫ് തീർന്നേന്ന് പറഞ്ഞ് നൊലോളിച്ചായിരുന്നെങ്കിൽ ഉണ്ടല്ല, അവിടെ കിടന്ന് തീർന്നു പോയേനെ. അതിനെ വിൽക്കാൻ വേണ്ടിയിട്ട് ആരും വരികയില്ലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതങ്ങനെ നൊലുവിളിക്കാൻ പറഞ്ഞിട്ടില്ലെന്നേ. കാരണം ജോസഫിന് അതിനു മുമ്പേ സ്വപ്നം കാണിച്ചു കൊടുത്തു. മനസ്സിലാവുന്നുണ്ട്? പല പ്രതിസന്ധികളിലേക്കൂടെ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനുള്ള ഉറപ്പ് എന്നായിരുന്നിട്ടെ, എന്നോട് റോമയിലെ മുമ്പിൽ റോമാധികാരത്തിന് മുന്നിൽ നിർത്തുമെന്ന് എനിക്കൊരു പ്രോമിസുണ്ട്. അതുകൊണ്ട് ആ പ്രോമിസ് നടക്കണ വരെ എൻ്റെ മരണം നടക്കുകയല്ല എന്ന് അദ്ദേഹം ഉറച്ചു. അതുകൊണ്ടാണ് ഈ പറയണ ഇദ്ദേഹത്തെ അടിച്ച് മരിച്ചു എന്നോർത്തുകൊണ്ട് 12 കിലോമീറ്റർ ആട്ടോ വലിച്ചഴിച്ചുകൊണ്ട് പോയത്. 12 കിലോമീറ്റർ വലിച്ചഴിച്ചുകൊണ്ട് പോയി ദേശത്തിന് പുറത്തിട്ടിട്ടും അത് കഴിഞ്ഞിട്ട് എഴുന്നേക്കുന്നത് പിറ്റന്നാൾ ബർണബാസും പൗലോസും കൂടെ എവിടെ പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്? പ്രസംഗിക്കാൻ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മരിച്ചെന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് ആലോചിക്കുക, കല്ലും മുള്ളും നിറഞ്ഞ് ഇന്നത്തെ നാഷണൽ ഹൈവേ കൂടെ വലിച്ചാൽ പോലും നമ്മുടെ തൊലി ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കല്ലും മുള്ളും നിറഞ്ഞ റോഡിൽ കൂടെ 12 കിലോമീറ്റർ വലിച്ചു കൊണ്ടുപോയപ്പോഴത്തെ അവസ്ഥേന. അപ്പോൾ അവർ കിടന്ന റിസറക്ഷൻ പവർ അതായിരുന്നു. ഹല്ലേലൂയ. അവർ കിടന്ന വിശ്വാസത്തിൻ്റെ പവർ അതായിരുന്നു. കാരണം ഉഴുവ് ചാല് പോലെ ഉഴുത ഒരു ശരീരം, ആ ശരീരത്തിലൂടെ നമുക്ക് എന്തുണ്ട്? സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വാസം ചുമ്മാ എഴുതിയതൊന്നുമല്ല. ഹല്ലേലൂയ. അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ സ്ട്രെങ്ത് ആയിരുന്നു സത്യം പറഞ്ഞത്. അവരുടെ ബോഡിയിൽ ഹീലിംഗ് നടന്ന് പിറ്റേ ദിവസം അടുത്ത സ്ഥലത്ത് പോയി. ഹല്ലേലൂയ. പത്രോസ് ഇരുന്ന് ആരാധിച്ചു, ശീലാസ് ഇരുന്ന് ആരാധിച്ചു, പൗലോസ് ഇരുന്ന് ആരാധിച്ചു, യോഹന്നാൻ ഇരുന്ന് ആരാധിച്ചു. ചുമ്മാ കുലുക്കം ഉണ്ടായി ഇറങ്ങിപ്പോയി. ശരിയാ, നമുക്കറിയാവുന്ന കാര്യം അത്. ശരിയല്ലേ? അവരെ തിന്മയ്ക്കായിട്ട് പിശാച് ഇടിച്ചതാ അതിനകത്ത് കൊല്ലാൻ വേണ്ടിയിട്ടിരിക്കുക. അതേ തലോസം കൊന്നേ. തലോസം യാക്കോബിനെ കൊന്നു. ഇനി പത്രോസിൻ്റെ റോളാ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ കറക്റ്റ് സമയത്ത് എന്തായിപ്പോയി? പാസോവർ വന്നു. ഹല്ലേലൂയ. ആ ദിവസം ഒന്നങ്ങ് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദൂതൻ ഇറങ്ങി 1-ാം വാതിലും 2-ാം വാതിലും 3-ാം വാതിലും കടത്തി കൊണ്ടുപോയി. പത്രോസ് പോലും അറിഞ്ഞില്ല കൊണ്ടുപോയത്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് പറയണത്? നമ്മളെ സംബന്ധിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? സാത്താനെ തകർക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ വിശ്വാസം വേണം. ഞാനിവിടെ നിൽക്കും. കൂടെ ഉണ്ടായിരുന്ന സഹോദരനായി യാക്കോബിൻ്റെ തല വെട്ടിയാ കൊന്നേക്കുന്നത്. ശരിയല്ലേ? എന്നിട്ടും യാക്കോബിന് എന്നിട്ടും അപ്പോസ്തലനായ പത്രോസിന് വലിയ കുലുക്കൊന്നും ഉണ്ടായില്ല. ഹല്ലേലൂയ. കാരണം ഇദ്ദേഹം കണ്ടതാ ഇദ്ദേഹം ആരായിരുന്നെന്നും ഈ കർത്താവിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്തായെന്നും പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നാന്ന് കർത്താവായ യേശുക്രിസ്തു ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഇതിനകത്ത് സഭ പണിയാൻ പോകാൻ സഭ പണിയാൻ പോകാൻ നിനക്ക് താക്കോല് ഞാൻ തന്നേക്ക് പോകാന്ന്. ഈ മാതിരി ഉറപ്പ് കൊടുത്തേക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? അതുകൊണ്ട് ആ പവർ ഇത് തന്നെയായിരുന്നു ജോസഫിൻ്റെയും ക്വാളിറ്റി. ഈ പൊട്ടക്കിണറിൽ കണ്ടുകൊടുത്തോണ്ട് ജോസഫ് വിചാരിച്ചു, ഈ കട്ടയൊക്കെ വരാനുള്ളതാണ്. ഹല്ലേലൂയ. ഈ കട്ട എൻ്റെ മുന്നിൽ തന്നെ വരാനുള്ള. അതുകൊണ്ട് പൊട്ടക്കിണറിൽ കിടന്നപ്പോഴും എന്ത് പറഞ്ഞു? ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് സോങ് ഉണ്ടെന്നുണ്ട്. വാട്ട് ദ എനിമി മെന്റ് ഫോർ ഈവിൾ ഗോഡ് ഹാസ് ടേൺ ഇറ്റ് അറൗണ്ട്
ടേൺ ഇറ്റ് അറൗണ്ട് ഫോർ അവർ ഗുഡ്. എന്താണോ എനിമി, എന്താണോ ശത്രു നമുക്ക് മോശമാക്കി പണിതത്, അതിനെ ദൈവം എന്താക്കി തീർത്തു എന്ന്, അതിനെ തിരിച്ചു എന്ന് കർത്താവ് നന്മയാക്കി തിരിച്ചെന്ന് അതാ സോങ് തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഇവരെ കുറിച്ചുള്ള പദ്ധതി പോലെ തന്നെ യോസഫിന് പറയായിരുന്നു, ഈ പദ്ധതി ഒന്നും എന്നെ തകർക്കാനുള്ളതല്ല, എന്നെ പണിയാനുള്ളതാ. അത് കാരണം എന്നാണ്, ഞാൻ ജോസഫായിട്ടുള്ള അപ്പൻ്റെ മടിയിലിരുന്ന് കഴിഞ്ഞാൽ, ഞാൻ ജാക്കോബായിട്ടുള്ള അപ്പൻ്റെ മടിയിലിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടക്കുകയില്ല. എനിക്കൊരു ഹെവൻലി ഫാദർ ഉണ്ട്, ആ ഫാദറിൻ്റെ മടിയിലാണ് ഞാൻ ഇരിക്കേണ്ടതെന്നും ആ ഫാദറാണ് എന്നെ കൊണ്ടുവന്ന് നടക്കേണ്ടതെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബോധ്യം എവിടെ എത്തിച്ചു? മിസ്രൈമിൽ എത്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ഡെസ്റ്റിനി ഹെൽപ്പറായിട്ട് ആര് വന്നു? നമ്മുടെ റൂബേനും യൂദയും ഡെസ്റ്റിനി ഹെൽപ്പറായിട്ട് അന്നേരം വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ പോത്തിഫറിൻ്റെ വീട്ടിലേക്ക് വരിക. ഈ പോത്തിഫറിൻ്റെ വീട്ടിലേക്ക് വരുന്നത് അടിമയായിട്ടാണ് കേട്ടോ, സ്ലേവായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിമയായിട്ട് ഒരു ദിവസം നിന്നുള്ളൂ, പിറ്റേ ദിവസം മുതൽ പോത്തിഫർ അടിമയായിട്ട് മാറി ജോസഫിൻ്റെ. ഹല്ലേലൂയ. സത്യമാണ്. കാരണം വചനത്തിൽ എഴുതിയിട്ടുണ്ട്, അന്നന്നത്തെ ആഹാരത്തെക്കുറിച്ചല്ലാതെ വേറെ ഒന്നും പോത്തിഫർ ആലോചിക്കാറില്ല. ബാക്കി സകലതും എന്തോ വിട്ടുകൊടുത്തേക്കുമായിരുന്നു. ഈ പറയണ ജോസഫിനെ വിട്ടുകൊടുത്തേക്കുമായിരുന്നു സകല കാര്യം ജോസഫിന്. ഇതാണ് ഫേവർ ഉണ്ടായുള്ള ഗുണം. ഹല്ലേലൂയ. ഇഫ് ദ ഫേവർ, ഹല്ലേലൂയ, അപ്പോൺ യു, എവരിബഡി വിൽ ബിക്കം, നിനക്ക് ഫേവറബിൾ ആയിട്ട് മാറും. ഹല്ലേലൂയ. നിന്റെ മേലൊരു ഫേവർ വെളിപ്പെട്ടാണ്ടല്ലോ, പിന്നെ സംഭവിക്കണ എന്നാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കാണുന്നവരും കേൾക്കുന്നവർക്കും മുഴുവൻ നിന്നോടൊരു ഇഷ്ടം തോന്നും. അല്ലേ, എസ്തറിനെ കണ്ടപ്പോൾ ചുമ്മാ ഒരു ഇഷ്ടം തോന്നുക. ആ ഹഗായിക്ക് തോന്നിയിട്ടം, മൊർദെഖായിക്ക് തോന്നിയിട്ടം, രാജാവിന് തോന്നിയിട്ടം, എന്ത് പറയാനാ, ആർക്ക് കണ്ടാലും ഇഷ്ടമാണ്. ഹല്ലേലൂയ. അത് ഈ ഫേവറിൻ്റെ പ്രത്യേകതയാണ്. ജോസഫിൻ്റെ മേലിൽ ഈ വല്ലാത്ത അനുകൂലനം ഉണ്ടായിരുന്നു. ഫേവർ എന്ന് പറഞ്ഞാൽ അനുകൂലനം, ഈ അനുകൂലനം. അപ്പോൾ ദൈവത്തിൻ്റെ അനുകൂലനമുള്ള ഒരുത്തൻ ശത്രുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നാലും ടേൺ ഇറ്റ് അറൗണ്ട് ഫോർ ഗുഡ്. ഹല്ലേലൂയ. ശത്രുവിന് പോലും തോന്നും തൊടണ്ടാന്ന്. ഹല്ലേലൂയ. ശത്രുവിന് പോലും തോന്നുക ശരി എൻ്റെ മന്ത്രിയാക്കിയേക്കാന്ന്. ഹല്ലേലൂയ. ആരെ? സ്വന്തം ചേട്ടന്മാർ കണ്ടിട്ടില്ല കേട്ടോ പൊട്ടൻഷ്യല്. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്വന്തം ചേട്ടന്മാർ കണ്ടിട്ടില്ല ഇദ്ദേഹത്തിൽ കിടക്കണ ക്വാളിറ്റി, ഇദ്ദേഹത്തിൽ കിടക്കണ പൊട്ടൻഷ്യൽ എന്താണ്. അതൊരു മിസ്രൈമൻ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. പോത്തിഫർ കണ്ടുപിടിച്ചു. അങ്ങനെ പോത്തിഫറിൻ്റെ ജീവിതത്തിൽ, പോത്തിഫറിൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായിട്ട് അങ്ങ് എല്ലാവിധ ആധിപത്യം എടുത്തത് അവിടെ പോത്തിഫറല്ല ജോസഫ് എന്ത് പറയണോ അങ്ങനെ. അപ്പോൾ അങ്ങനെ ജോസഫിനെ ഒരു പാഠവും കൂടെ പഠിപ്പിക്കും അവിടെ. ഹല്ലേലൂയ. എന്താണ്, എങ്ങനെയാണ് ഭരണം നടത്തണ്ടേന്ന്. കാരണം കർത്താവ് നോക്കിയപ്പോൾ ചുമ്മാ ട്രെയിനിങ്ങിൽ വിടാൻ പറ്റൂല, ചുമ്മാ അങ്ങ് കയറ്റാൻ പറ്റില്ല, ഒരു ട്രെയിനിങ് പീരീഡ് ആവശ്യമാണല്ലോ. അതുകൊണ്ട് പോത്തിഫറിൻ്റെ വീട്ടിലൊരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പോകുന്നില്ല അവിടുന്ന്. മനസ്സിലായോ? ട്രെയിനിങ് കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹം ജോസഫ് പിന്നെ ഇങ്ങനെ പോത്തിഫറിനെ ചുറ്റിപ്പറ്റി അവിടെ നിൽക്കുക. നമ്മളങ്ങനെയല്ലേ, ഇച്ചിരി ഒരു സ്വഭാവം, ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ഫേവറബിൾ ആയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ അളവ് കുറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് ചോദിക്കാൻ നമുക്ക് ഇച്ചിരി മതിയാക്കണം. ബിക്കോസ് വി ആർ ഇൻ ദ കംഫർട്ട് സോൺ. നോ, നമ്മൾ കംഫർട്ടബിളാണ്. നമ്മളത് കംഫർട്ട് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. പിന്നെ നമ്മളിനി അടുത്ത ഡെസ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അടുത്ത ഡെസ്റ്റിനെ കുറിച്ച്, കാരണം അടുത്ത ഡെസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളോട് കയറി കൊണ്ട് വന്നാലോ. ആൻഡ് ഇറ്റ്സ് ബെറ്റർ. പോത്തിഫറിൻ്റെ വീട് തന്നെയാണ് ഇപ്പം ബെറ്റർ. ഹല്ലേലൂയ. എല്ലാവർക്കും അങ്ങനെ, ഇതിനകത്തിരിക്കുന്ന ഒത്തിരി പേർക്ക് അങ്ങനെയാണ്, ഞാൻ സഹിതമുള്ളവർക്ക് അങ്ങനെയാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെ കംഫർട്ട് സോണാണ് ഇഷ്ടം. അടുത്ത സോണിലേക്ക് കടക്കാനുള്ള നമ്മുടെ വിളി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. വിളി ഉണ്ടെന്നേ എത്ര പേരാണെന്നറിയാമോ പ്രൊഫസി പറഞ്ഞേക്കണേ. പക്ഷേ പ്രൊഫസി മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് ചലിക്കാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിച്ചിരി മൂവ് ചെയ്യണേ, നമ്മൾ കാലൊന്ന് എടുത്ത് വയ്ക്കണം. കാലെടുത്ത് വെച്ചപ്പോഴാണ് ജോർദാൻ വെള്ളം അങ്ങോട്ട് മാറിയത്. അപ്പോൾ കാലെടുത്ത് വയ്ക്കണം, അതിച്ചിരി പാടാ. കാരണം എന്നാ, വെള്ളപ്പൊക്ക. മനസ്സിലാവുന്നുണ്ടോ? വെള്ളപ്പൊക്കത്തിലാണ് കാലെടുത്ത് വെക്കേണ്ടത്. കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ വെള്ളം എങ്ങാനും കൊണ്ടുപോയാൽ എന്നാ ചെയ്യും? ഇതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലും ഭേദം കരയ്ക്ക് നിന്നങ്ങ് പോകുന്നതാണ്. ഹല്ലേലൂയ. ഇതാണ് ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും. ശരിയല്ലേ പറയുന്നേ? ഹല്ലേലൂയ. ശരിയല്ലേ പറയുന്നേ? ഹല്ലേലൂയ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യട്ടോ, എന്നാലല്ലേ എനിക്ക് പറയാനായിട്ടൊരു ഇതുണ്ടല്ലോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ പറഞ്ഞ പോലെ പോത്തിഫറിൻ്റെ വീട്ടിൽ വളരെ സൗകര്യമായിട്ട് അങ്ങ് പോടുക. അപ്പോൾ കർത്താവ് നോക്കി ഇപ്പോൾ എന്തായാലും ഒന്ന് ഇളക്കാതെ പറ്റുകയില്ല. അപ്പോൾ കർത്താവ് അറിയാണ്ട് ശത്രു, എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. സത്യല്ലേ? കർത്താവ് അറിയാണ്ടൊന്നുമല്ല പോത്തിഫറിൻ്റെ ഭാര്യയുടെ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായത്.
മനസ്സിലുണ്ട്. കർത്താവ് അറിഞ്ഞിട്ട് തന്നെ, കാരണം കർത്താവ് നോക്കിയപ്പോൾ പുള്ളീനെ ഇളക്കാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ കർത്താവിനറിയാം ഹൃദയം ഉണ്ടല്ലോ പക്കായ, ലോയൊന്നും വേണ്ട, ഇല്ലാതെ തന്നെ ലോയ ഉള്ളിലുള്ളവനാണ് അല്ലേ? മനസ്സിലായി. മോശയ്ക്കാ ലോ എഴുതി കൊടുത്ത അന്യൻ്റെ ഭാര്യനെ മോഹിക്കരുത് എന്ന് പറഞ്ഞേക്കണത്. ഇവിടെ അതൊന്നുമില്ല. പക്ഷേ അബ്രഹാമിൻ്റെ സന്തതിയാണേ. ഹല്ലേലൂയ. അതുകൊണ്ട് ലോ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യും? പാപം ചെയ്യാൻ നേരത്തെ മാറുതെ കുഞ്ഞാടാന്നറിയാം, പന്നിക്കുട്ടിയല്ലെന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു ക്വാളിറ്റി ജോസഫിനുണ്ടായിരുന്നു. ആരുടെ പറഞ്ഞു? ശത്രുവിനോട് പറഞ്ഞു, നീ വിട്ടു നോക്കടാ, ഞാൻ കാണിച്ചു തരാം നിന്നെ. ഹല്ലേലൂയ. അല്ല, നീ പോയി നോക്ക്. ശത്രു അവിടെ അവകാശം പറഞ്ഞപ്പോൾ നീ പോയി നോക്ക്. യോബിനോട് അങ്ങനെയല്ലേ? ശത്രു അവകാശം പറഞ്ഞു. അന്നേരം എന്നാ പറഞ്ഞേ? കർത്താവിനെ പറഞ്ഞു, നീ പോയി നോക്കുന്നേ. ഞാൻ പറയണേ, ഞാൻ നിന്നെ തടയുന്നു, നീ പോയി നോക്ക്. എന്നാ സംഭവിച്ചത്? ശത്രു തോറ്റുപോയി, എല്ലാം ഇരട്ടിയായിട്ട് കിട്ടുകയും ചെയ്തു. ഡെസ്റ്റിനി എൻ്റെ അവസാനം കണ്ടപ്പോഴേ യോബിൻ്റെ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ എടുത്ത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിന് ഇടയ്ക്ക് വായിച്ച് നിർത്തരുത് നിങ്ങൾ, അതിൻ്റെ ലാസ്റ്റ് കൊണ്ടൊന്ന് അവസാനിപ്പിക്കണം. അപ്പം അറിയാൻ പറ്റും ശത്രു ഇട്ടത് വെറുതെ ആയി പോയെന്ന്, ചുമ്മാ സമയം കളഞ്ഞു. അല്ലല്ലേ? ഈ പൊട്ടൻഷ്യനുള്ളവനെ പിടിക്കാൻ നടന്നിട്ട് വലിയ കാര്യമുണ്ടോ? യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ സത്യം പറഞ്ഞാൽ ആ പോത്തിപ്പറിൻ്റെ ഭാര്യനെ ഒന്ന് വിട്ടു നോക്കി. ശത്രു വിചാരിച്ചേരാന്നിട്ടെ എന്നേക്കുമായിട്ട് തളയ്ക്കണം അവനെ, ഇനി പൊങ്ങരുത്. കാരണം എന്നെ കണ യജമാനൻ്റെ ഭാര്യനെയോ കണ്ടോ കാണിച്ചു തരാം, എങ്ങനെയായാലും തളച്ചേ പറ്റുള്ളൂ എന്ന് ശത്രു വിചാരിച്ചു. ഈ ശത്രുവിനുണ്ടല്ലോ ഇപ്പോഴത്തെ കാര്യം അറിയാമുള്ളൂ, ഫ്യൂച്ചർ അറിയാമുള്ള. നിങ്ങൾ അതിനകത്ത് സന്തോഷിച്ചോ? ഇവന് ഫ്യൂച്ചർ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതി. ഹല്ലേലൂയ. പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു പ്രവാചകൻ നിങ്ങൾക്കൊരു പ്രവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാട് നീളെ കിടന്ന് ഘോഷിച്ച് അതിനെ നശിപ്പിക്കരുത്. ഉള്ളി വെച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് സ്തോത്രം പറഞ്ഞ് അതിനെ കൊണ്ടേ നടക്കുക. ഹല്ലേലൂയ. അതിനെ അങ്ങോട്ട് താലോലിക്കുക. ഹല്ലേലൂയ. അതിലങ്ങോട്ട് നിങ്ങൾ ഉത്സാഹിച്ച് ആനന്ദിച്ച് യഹോവയിൽ തന്നെ അത് നിങ്ങളുടെ ഡിസയർ ആക്കി മാറ്റുക. അത് നിങ്ങളുടെ ആഗ്രഹമായിട്ട് മാറ്റി കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്നാണ് പറഞ്ഞേക്കണം. അങ്ങനെ അങ്ങ് രസിക്കുക. ഇതുപോലെ ഒരാളായിരുന്നു ദാവീദ്. കാരണം എന്താ? ദാവീദിനോട് വന്ന് അഭിഷേകം ചെയ്തിട്ട് പോയി പ്രവാചകൻ. അതുകൊണ്ട് ദാവീദ് തന്നെ ചെയ്ത് ആടിനെ മേയ്ക്കാനാണെങ്കിലും ആ കാട്ടിൽ ചെന്ന് നിന്നപ്പോൾ ദാവീദ് ഒരു കാര്യം ചെയ്തോളൂ, ആസ്വദിച്ചു, ആനന്ദിച്ചു. റിജോയ്സ്. അതുകൊണ്ടാണ് ദാവീദ് എഴുതിയത് റിജോയ്സ്. ആസ്വദിക്കുക നിങ്ങൾ, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുവിൻ, എന്നാൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആമേൻ. ഇത് ദാവീദ് എഴുതിയപ്പോൾ നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് എഴുതുവാണ് കേട്ടോ. ഇച്ഛിക്കുക എന്നുള്ളതും പ്രവർത്തിക്കുക എന്നുള്ളതും ദൈവം തിരുവുള്ളുണ്ടായിട്ട് ദേ കേൾക്കുന്നു. അപ്പം ഹൃദയത്തിൽ ദഹിച്ച വന്നേക്കണം ദൈവം തന്നെയാണ്. അപ്പോൾ അത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആനന്ദിക്കണം കർത്താവിൽ. സെലിബ്രേറ്റ് ദ വിക്ടറി ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. അതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ. ഹല്ലേലൂയ. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഡിസൈഴ്സൊക്കെ ആ ആഗ്രഹങ്ങൾ, ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളൊക്കെ അങ്ങ് തരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇട്ടവൻ കർത്താവാണെങ്കിൽ അത് നടത്തുന്നവനും കർത്താവ് തന്നെ. പഴയ നിയമത്തിൽ സ്വന്തം ആഗ്രഹം വെച്ച് നടന്നാൽ മതിയായിരുന്നു. പുതിയ നിയമത്തിൽ അതിൽ ആഗ്രഹിക്കുക പോലും വേണ്ട. അത് നന്ന് നിങ്ങൾ നടത്തും. നിങ്ങൾക്ക് ഒരു റോളെങ്കിലും കർത്താവ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആഘോഷിക്കുക. ഒരു റോള് നിങ്ങളുടെ, 2 റോള് കർത്താവിൻ്റെ. ഹല്ലേലൂയ. മനസ്സിലായ? ഇതാ കർത്താവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മളിന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ വരും. ഏതാണ്? പോത്തിഫറിൻ്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി നേരെ ജയിലിലേക്ക്. ഇനി ഒരു രക്ഷയില്ല. അടഞ്ഞ ഡോറെല്ലാം ക്ലോസായി. ശരിയാണോ? നോക്കുമ്പോൾ ഡോറെല്ലാം ക്ലോസായി. അപ്പനെ പോലെ തന്നെ 14 വർഷം പെട്ട് കിടക്കുക. അപ്പനെങ്ങനെയാ 14 വർഷം എവിടെ പെട്ട് കിടന്നു? അമ്മാവൻ്റെ വീട്ടിൽ വെട്ട് കിടക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എവിടെയാണ് ഇതിപ്പോൾ കിടക്കുന്നത്? എവിടെയാണ്? ജയിലില്ലാന്ന് മാത്രം. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ അപ്പനെ 14 വർഷം കുറഞ്ഞ് പുറത്തിറക്കിയ പോലെ തന്നെ മോനെയും പുറത്തിറക്കി. പക്ഷേ ഇറക്കിയത് ഒരു ഇറക്കണ്ടായിരുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഇറക്കിയത്? ഒരു സൂപ്പർ ഡെസ്റ്റിനി മേക്കറെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആ സമയമായപ്പോഴത്തേക്കും രാജാവിൻ്റെ പാനപാത്രക്കാരനും ഫുഡ് ഉണ്ടാക്കണവനും പുറത്തായി, നേരെ ജയിലിൽ. ഹല്ലേലൂയ. മനസ്സിലാവണ്ടോ? രാജാവിൻ്റെ പാനപാത്രക്കാരനും രാജാവിന് ഫുഡ് ഉണ്ടാക്കാനോട് നേരെ ജയിലിൽ ചെന്ന് പെടണം. കാരണം പെടാത്ത നിവൃത്തിയില്ല, ഇദ്ദേഹത്തെ കയറ്റണമല്ലോ. 14 കൊല്ലം കൊണ്ട്. ഇനി 14 കൊല്ലം ഫിനിഷിങ് ടൈമാണ്. ഹല്ലേലൂയ. ഫിനിഷിങ് ടൈമിൽ കയറ്റാൻ ഒരാളെ ഇവിടെ അയക്കാതെ പറ്റുകയില്ല. അതുകൊണ്ട് രാജകൊട്ടാരത്തിൽ നിന്ന് തന്നെ വിളിച്ചോണ്ട് പോകാൻ പരിഭാരം വിട്ടേക്കണമെന്ന് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യമല്ലേ? കൊട്ടാരത്തിൽ നിന്ന് ആൾ കയറി.
ഹാലല്ലുയ, ജയിലിൽ കയറി. ഹാലല്ലുയ. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ആൾ ജയിലിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയുള്ള പണി എന്താണ്? സ്വപ്നം കാണിക്കുക. എൻ്റെ പൊന്നെ, അവർ കൺഫ്യൂസ്ഡായി. ഒരാളുടെ സ്വപ്നത്തിന് മറുപടിയായിട്ട് എന്ത് വന്നു? തിരിച്ച് കയറുന്നായി. അടുത്തയാളുടെ സ്വപ്നത്തിന് മറുപടിയായിട്ട് നീ കയറുകയില്ലെന്നായി. 3 ദിവസവും കൊണ്ട് ഫിനിഷ്ഡ്. മനസ്സിലായ? ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവും ചെയ്തത്. ഹാലല്ലുയ. എന്നാ ചെയ്തേ? പാനപാത്രം കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം. അതിന്നും സംസാരിക്കുന്നു. ആ ബ്രെഡ് ഉണ്ടാക്കുന്നവൻ, ബ്രെഡ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം. 3-ാം ദിവസം ഫിനിഷ് ചെയ്തു. പക്ഷേ പൊങ്ങി. ഹാലല്ലുയ. അന്ന് ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടായ ആ പാനപാത്രക്കാരനും ആ ബ്രെഡ് ഉണ്ടാക്കുന്നവനും ആരാണ്? ഇന്ന് നമ്മുടെ ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് കാണിച്ചിരിക്കുക. ഹാലല്ലുയ. ഇന്നും ആ രക്തം നിന്ന് ഇന്നും ആ പാനപാത്രക്കാരൻ എവിടെയുണ്ട്? സ്വർഗത്തിലുണ്ട്. ഹാലല്ലുയ. താങ്ക് യു ലോർഡ്. ഹാലല്ലുയ. നമുക്കായിട്ട്. ഹാലല്ലുയ. അപ്പോൾ ഈ പാനപാത്രക്കാരൻ വീണ്ടും ചെന്നു. പക്ഷേ ഇവിടുത്തെ പാനപാത്രക്കാരൻ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇദ്ദേഹത്തെ ജോസഫ് പറഞ്ഞ സ്വപ്നം കറക്റ്റാണ്. അതിൻ്റെ അർത്ഥം, ഇൻ്റർപ്രിട്ടേഷൻ ഈസ് വെരി കറക്റ്റ്. കാരണം എന്നെ രാജാവ് തിരിച്ചു കയറ്റി, ഇദ്ദേഹത്തിന് വീണ്ടും ആ പോസ്റ്റ് കൊടുത്തു. പക്ഷെ നന്ദിയില്ലാത്തൊരു സ്വഭാവം അവിടെ കാണിച്ചു. ശരിയല്ല, ഇച്ചിരൂടെ നേരത്തെ കയറായിരുന്നു. ചെന്ന ഉടനെ തന്നെ പറയായിരുന്നു ഇതേ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന്. മനസ്സിലായോ? പക്ഷേ നമുക്കങ്ങനെ തോന്നും. പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട്, വേക്കൻസി വരണം കേട്ടോ. ഇല്ലാണ്ട് പറ്റുകയില്ല. കാരണം ഇദ്ദേഹം ചെന്നിട്ട് പറയുകയാണ്, ഇദ്ദേഹം ഇങ്ങനെ ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾ എൻ്റെ മേലെ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടു, ഞാൻ അതിനെക്കുറിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്ത്, അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്താക്കണം എന്നൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫും വിചാരിച്ചിട്ടുണ്ടാവും, എൻ്റെ ദൈവമേ, ഈ 14 കൊല്ലം ജയിലിൻ്റെ അകത്ത് പുറത്ത് കിടക്കാൻ കർത്താവ് ഈ രാജാവിൻ്റെ പാനപാത്രക്കാരനെ തന്നെ നീ ഉപയോഗിക്കുകയാണല്ലോ, നന്ദി. എത്രയും പെട്ടെന്ന് ഇവൻ രാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് എന്നെ എത്രയായാലും റിലീസ് ചെയ്യിക്കുമായിരിക്കും. ഞാൻ നിരപരാധി എന്നുള്ള കാര്യം, ഞാൻ ദൈവ മനുഷ്യനെന്ന് വ്യക്തമായല്ലോ, ദൈവപുരുഷനാണെന്ന് വ്യക്തമായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രാജാവിൻ്റെ അടുത്ത് പറഞ്ഞ് ഇദ്ദേഹം കയറ്റുമെന്നാണ് ആരോർത്തേ? നമ്മുടെ ജോസഫ് പോലും ഓർത്തത്. പക്ഷേ വെറുതെ ആയിപ്പോയി. നമ്മൾ വിചാരിക്കും, ഒരു നന്ദിയില്ലാത്ത മനുഷ്യരാണല്ലോ ഇതെന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, അന്നെങ്ങാനും ഈ പാനപാത്രക്കാരൻ ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് പറഞ്ഞാൽ ഓക്കെ റിലീസ് ചെയ്യുന്നേ പറയുള്ളൂ, വേറെ ഒന്നും വരികയില്ല അവിടെ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇതിപ്പോൾ അങ്ങനെയല്ല. കൊട്ടാരത്തിലൊരു വേക്കൻസി വരണം, സ്വപ്നം ഇൻ്റർപ്രെറ്റ് ചെയ്യുന്ന ആളുടെ. ഹാലല്ലുയ. വേക്കൻസി വരാതെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇട്ടിട്ട് കാര്യമില്ല. ഹാലല്ലുയ. അങ്ങനെ സ്വപ്നത്തിൽ കർത്താവ് ഒരു വേക്കൻസി, അല്ല, രാജകൊട്ടാരത്തിൽ കർത്താവ് ഒരു വേക്കൻസി വരുത്തിക്കുക. എന്താണ്? രാജാവിന് തന്നെ ഒരു സ്വപ്നം കാണിച്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ആ സമയത്തെ പാനപാത്രക്കാരൻ ഓർക്കണം, അയ്യോ, എൻ്റെ സ്വപ്നത്തെ ഇൻ്റർപ്രെറ്റ് ചെയ്യുന്ന ഒരുവനുണ്ടല്ലോ, വരട്ടെ. ഹാലല്ലുയ. മഹത്വം കർത്താവിന്. ഇതുകൊണ്ടാണ് പറയണേ, ആരെന്ത് നന്ദിയില്ലാണ്ട് പെരുമാറിയാലും the God has turned it around, turn it around, turn it around for our good. നമ്മൾ പലപ്പോഴും സങ്കടപ്പെട്ടിട്ടില്ലേ? കർത്താവേ, നമ്മളിതൊക്കെ ചെയ്തു കൊടുത്തു, ഇന്നതൊക്കെ ചെയ്തു, എന്നിട്ട് ഇവരൊക്കെ നന്ദി കാണിക്കും. ഇവർക്കൊന്നും ഓർമ്മയില്ല. ഇവർ ഹൃദയത്തിലൊക്കെ എന്താ? ഇവരെങ്ങനെ ഇത്ര ഹൃദയകാഠിന്യം ചെയ്യുന്നത്? ഇവർക്കൊക്കെ ഒന്ന് ഓർത്തുകൂടെ? ചിന്തിച്ചിട്ടുണ്ടാ? ആ ഓർത്തിട്ടുള്ളവർക്കുള്ള മറുപടിയാണ്. ഹാലല്ലുയ. ചിന്തിക്കണ്ട, കർത്താവ് ടൈം ആവട്ടെന്നേ. ഹാലല്ലുയ. ടൈം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഹാലല്ലുയ. ഇച്ചിരി വെയിറ്റ്. യഹോവയെ കാത്തിരിക്കുന്നവർ പുതുക്കൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ കഴുകനെ പോലെ ചെറുകടിച്ചു എന്ന് പറയും. ഇത് കാത്തിരുന്ന പാർട്ടിയാണ് നമുക്ക് പിമ്പിലുള്ളത്. ഹാലല്ലുയ. കാത്തിരുന്നയാൾ കഴുകനെ പോലെ ചെറുകടിച്ച് പറന്നത് എങ്ങോട്ടാണ് കയറിയ? മന്ത്രിസ്ഥാനത്തിലേക്കാണ് കയറിയേക്കുന്നത്. ഹാലല്ലുയ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേക്കൻസി കിടക്കുന്നത് സ്വപ്ന ഇൻ്റർപ്രിട്ടേഷൻ്റെ, പക്ഷേ പോസ്റ്റ് കിട്ടിയത് മന്ത്രിയുടെ. ഇതേ അനുകൂലത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ സദൃശവാക്യങ്ങൾ എഴുതിയപ്പോൾ ഇങ്ങനെ അങ്ങ് എഴുതിയത്. രാജാവിൻ്റെ ഹൃദയം നീർത്തോട് പോലെയാണ്, പക്ഷേ യഹോവ തനിക്ക് ഇഷ്ടമുള്ളതിലേക്ക് തിരിപ്പിക്കുന്നു. ആമേൻ. രാജാവ് വിളിച്ചത് ശരിക്കും ഒരു ഇൻ്റർപ്രിട്ടേഷൻ വേണ്ടി മാത്രമാണ്. പക്ഷെ വന്ന് മുമ്പിൽ നിന്ന് കണ്ടപ്പോൾ മനസ്സിലായി ഇവനൊരു യോഗ്യതയുണ്ടല്ലോ ഉള്ളിൽ. മനസ്സിലായി? ആ മിസ്രൈമിൻ്റെ പ്രത്യേകത കണ്ടോ? ഇസ്രായേലായ സ്വന്തം സഹോദരങ്ങൾക്ക് പോലും, സ്വന്തം അപ്പനെ പോലും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പൻ കണ്ടത് ഒരു ആട്ടിടയനെ മാത്രമാണ്. ഒരപ്പനെ പോലും ആ മകൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ ഒരു രാജാവിനത് പിടുത്തം കിട്ടി. ഹാലല്ലുയ. രാജാവ് നോക്കിയപ്പോൾ വേറൊരു സ്വപ്ന ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടൊന്നും ഇവൻ കാര്യം നടക്കില്ല. ഇവനെ വല്ലാത്ത ബുദ്ധിയാണ്. കാരണം ആ സ്വപ്നം ഇൻ്റർപ്രെറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവന് കിടക്കണ ബുദ്ധിയുള്ളവനാണ്. ഇവൻ്റെ കൂടെ ദൈവമുണ്ട്. അവൻ്റെ ബുദ്ധിയല്ലാതെ അവൻ്റെ കൂടെ ദൈവമുണ്ട്. ദൈവമുള്ളവൻ മന്ത്രിസ്ഥാനത്ത് ഇരുന്നാൽ ഭരണം കറക്റ്റായിരിക്കും എന്ന് മനസ്സിലായി. എന്തായാലും ആ രാജാവ് മെടുക്കനാട്ടോ. അത് ഞാൻ
ഞാൻ പറയുള്ളൂ. കാരണം തിരഞ്ഞെടുക്കാൻ വേണ്ടിക്കാരം ആരെവിടെ ആക്കണം എന്നുള്ള പൊട്ടൻഷ്യലുള്ള ആളാണ്. അതുകൊണ്ട് ദൈവമുള്ളവൻ്റെ കൂടെ നിന്നാൽ നന്മ ലഭിക്കും എന്നുള്ള ബോധ്യമുണ്ട്. ദൈവം ഇത്രയും വലിയ സ്വപ്നം കാണിച്ചിട്ട് പോലും സ്വന്തം സഹോദരങ്ങൾക്ക് കൂടെ നിർത്താൻ പറ്റിയില്ല. ശരിയല്ലേ? പറ്റിയില്ല. ഇത്രയും വലിയ സ്വപ്നം കാണിച്ച് ഇത്രയും വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്ന് ചേട്ടന്മാരുണ്ടാക്കി ഒതുക്കി കളയാനാണ് നോക്കിയത്. ഹല്ലേലൂയ. ഒന്നും ഒതുങ്ങുകയല്ല. നീ ആരൊതുക്കുന്നു? ദൈവം ഒതുക്കണമെന്ന് ഓർത്ത് പേടിച്ചാൽ മതി. ദൈവം ഒതുക്കിയെ പേടിച്ചാൽ മതി. ദൈവം ഒതുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുക്കാൻ പാകത്തിന് എന്തോ ഉണ്ടെന്ന് അതിനർത്ഥം. അതുകൊണ്ട് നമ്മളൊന്ന് റിന്യൂ ചെയ്താൽ മതി. ഹല്ലേലൂയ. നന്മയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങൾ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ദൈവം ഒതുക്കുകയില്ല. ഹല്ലേലൂയ. അവൻ തളർത്തുന്നവനല്ല, വളർത്തുന്നവനാ. ഹല്ലേലൂയ. അവൻ പിന്തള്ളി കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനാ. ഹല്ലേലൂയ. അവൻ കൈ പിടിച്ച് താഴത്തേക്ക് തള്ളുന്നവനല്ല, അവൻ കൈ പിടിച്ച് ഓരോ ദിവസവും ഉയർത്തുന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നു കൊടുത്താൽ മാത്രം മതി. ഹല്ലേലൂയ. ഈ വേർഡ് ജോസഫ് എന്ന് നിന്നു കൊടുത്തു. ഇപ്പോഴും നമുക്കുള്ള പ്രിവിലേജ് അതാന്നേ. നമ്മൾ കൊരിന്ത്യരുടെ ലേഖനത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ, ഇത് വിസ്ഡം, നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഈസ് ഹിഡൻ ഇൻ യു. നിന്നിൽ ഈ ബുദ്ധിയും വിവേകവും അറിവും എന്ത് ചെയ്യുവാണ്? നിന്നിൽ ഒളിഞ്ഞു കിടക്കുവാണ്. കാരണം എന്നാണ്? നീ ക്രിസ്തുവിലാണ്. മനസ്സിലാവണ്ടോ? നമ്മൾ ക്രിസ്തുവിലാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നമ്മളിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ക്രിസ്തു ഉള്ളവൻ മന്ത്രി സ്ഥാനത്തിന് യോഗ്യനാന്ന് രാജാവിന് കണ്ടാൽ മനസ്സിലാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ രാജകീയ പുരോഹിത വർഗമാക്കി നിർത്തിയിരിക്കുന്നത്. നിങ്ങളോട് പറഞ്ഞേക്കണം, മന്ത്രിസ്ഥാനം കൂടെയല്ല, രാജാവ, പുരോഹിതനാ. അന്നത്തെ ഏറ്റവും ഹയർ പോസ്റ്റ് അതാ, രാജാവെന്ന പോസ്റ്റും പുരോഹിതനെന്ന പോസ്റ്റും. ഈ പുതിയ നിയമകാലത്തിലെ വിശ്വാസികളെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ രാജാവ് മാത്രമല്ല പുരോഹിതനോ, അല്ലെങ്കിൽ പുരോഹിതൻ മാത്രമല്ല രാജാവും കൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയെ. 1 പത്രോസ് 2:10 അനുസരിച്ച്. ഹല്ലേലൂയ. നിങ്ങൾ ഈ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക് വന്നു. അന്ധകാരത്തിൽ കടന്ന നിങ്ങളെ അത്ഭുത വെളിച്ചത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നോ? ഹാലല്ലുയ. കൊണ്ടുവന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ വീശി ഒരു ഹാലല്ലുയ പറഞ്ഞേ. ഹാലല്ലുയ. എന്നാൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആ സൽഗുണങ്ങളെ, അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യാണ്? യു ആർ പൊസിഷൻഡ്. നിങ്ങളെ തിരഞ്ഞെടുത്തേക്കുക. ഏതൊക്കെയായിട്ട്? ഒരു സ്വന്തം ജനമായിട്ട്, വിശുദ്ധ ജനമായിട്ട്, രാജകീയ പുരോഹിത വർഗമായിട്ട്. ഹാലലൂയ. കണ്ട, ജോസഫിന് മന്ത്രിസ്ഥാനം വരെ എത്താൻ പറ്റുള്ളൂ. നമുക്ക് എവിടെ വരെ എത്താൻ പറ്റി? രാജാവിൻ്റെ പൊസിഷനിലേക്ക്. ഹാലലൂയ. കിങ്ലി അനോയിൻറ്റിങ്ങിലേക്ക്, ഒരു പ്രീസ്റ്റ്ലി അനോയിൻറ്റിങ്ങിലേക്ക്. ഇത് രണ്ടും തന്ന് ദൈവം നമ്മളെ നിർത്തിയേക്കുക. പക്ഷേ അതിനാര് വേണം? യു ഷുഡ് ഹാവ് എ ഡെസ്റ്റിനി ഹെൽപ്പർ. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കാൻ ഒരു ഹെൽപ്പറെ നിങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ, നിങ്ങൾക്ക് ആ പദ്ധതിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ആവശ്യമാണ്. അതാണ് നിങ്ങളുടെ പാസ്റ്റർ എന്ന് പറയണത്. ആ പാസ്റ്ററാണ് ഞങ്ങളെയൊക്കെ അലോട്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ തരാനായിട്ട്. ശരിയല്ലേ? ഹല്ലേലൂയ. അപ്പോൾ ഇദ്ദേഹം ചെയ്യുക, നിങ്ങളെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കാൻ ദൈവം ഹെൽപ്പ് ചെയ്യുക നിങ്ങളെ. ഹീസ് ദ ഹെൽപ്പർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബിക്കോസ് ദ റിയൽ ഹെൽപ്പർ ഈസ് ഇൻ ഹിം. ഹൂ ഈസ് ദാറ്റ്? ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെന്ന യഥാർത്ഥ സഹായകൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. ദിസ് ഈസ് എ ഹെൽപ്പിംഗ് മിനിസ്ട്രി. ഹല്ലേലൂയ. ഇത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ. ഹല്ലേലൂയ. അപ്പോൾ ഓരോരുത്തർക്കും അതേ സ്ഥാനത്തേക്ക് എത്താൻ എന്ത് വേണം? അല്ലേ? അതുകൊണ്ടാണ് ആ ജോസഫ് ആ രാജ്യത്ത് മന്ത്രിയായിട്ട് ചെന്നിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാലോ, ആ രാജ്യവും മറ്റു രാജ്യത്തെ പോലെ തന്നെ ക്ഷീണിച്ച് എന്ത് ചെയ്യണം? ക്ഷാമം വന്ന് ഒന്നുമില്ലാണ്ട് അത് ഒടുങ്ങിപ്പോയേനെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കത്, എത്ര വലിയൊരു അത്ഭുതമാണ് കർത്താവ് ചെയ്തതെന്ന്. എന്നിട്ടോ ഈ ജോസഫ് ഭരിച്ച രാജ്യത്ത് തന്നെ 400 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ജോസഫിനെ മറന്ന ഒരു രാജാവ്. ശരിയല്ലേ? മോസഫിനെ മറന്ന ഒരു ഫറവോൻ എഴുന്നേൽക്കുക. ഈ ഫറവോൻ വന്നിട്ട് ഈ ജനം കാരണം അന്ന് ഇതിന് പുഷ്ടി പ്രാപിച്ചത് അല്ലേ? ഈ മിസ്രൈം. പക്ഷെ അന്നും മറന്നു കളഞ്ഞു. പക്ഷേ മറന്നു കളഞ്ഞത് വേറൊന്നിനു വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. മറന്ന് കളഞ്ഞ് ഇസ്രായേൽ ജനതയെ മുഴുവൻ കൊല്ലാൻ നോക്കിയപ്പോഴും കൊന്നു കളഞ്ഞു. ആദ്യജാതനെ നല്ല ആൺകുട്ടികളെ മുഴുവൻ കൊന്നു കളഞ്ഞിട്ട് പോലും കർത്താവ് ഒരുത്തനെ എവിടെയാണ് വളർത്തിയത്? എന്നാ ഫേവറാ! എവിടെയാണ് വളർത്തിയത്? ഫറവോൻ്റെ കൊട്ടാരത്തിൽ തന്നെ എഴുന്നേൽപ്പിച്ച്. ഹല്ലേലൂയ. അവിടുത്തെ ഡെസ്റ്റിനി ഹെൽപ്പർ ആരായിരുന്നു? മറ്റേ സൂതികർമ്മിണികളായിരുന്നു. എന്നാ മിടുക്കികൾ! വിസ്ഡം.
ഹല്ലേലൂയ. അവർക്ക് ദൈവം കൊടുത്ത വിസ്റ്റം കണ്ടോ? ഹല്ലേലൂയ. അവർക്ക് ദൈവം കൊടുത്ത ബുദ്ധി കണ്ടോ? ആ ബുദ്ധി വെച്ച് ഹല്ലേലൂയ എന്നാ ചെയ്തു? സുഖമായിട്ട് മോശ എവിടെ വളർന്നു? ഫറവോൻ്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്നു. ശരിയല്ലേ? നെക്സ്റ്റ് ചാപ്റ്ററാണ് പറയണേ, നെക്സ്റ്റ് സീസണാണ് പറയുന്നത്. ഹല്ലേലൂയ. നെക്സ്റ്റ് സീസണിൽ എന്നാ സംഭവിച്ചേ? 30 ലക്ഷത്തിനെ വിടുവിക്കാൻ തക്കവണ്ണമുള്ള പ്രാക്ടീസ് കൊട്ടാരത്തിൽ കിട്ടിയിട്ടോ. ഹല്ലേലൂയ. കാരണം എന്നാ? ഒരു രാജാവ് എങ്ങനെയാണ് വാഴുന്നതെന്ന് മോശ അവിടെ കിടന്ന് പഠിച്ചു. അതുകൊണ്ടല്ലേ ഇസ്രായേലുകാരായ തൻ്റെ ജനത്തെ ഒരുത്തിന് അടിക്കാനപ്പോൾ അടിച്ചങ്ങ് കൊന്നു. കാരണം എന്നാ? രാജാവിൻ്റെ രീതി അതാ. ഞാൻ മോശനെ കുറ്റം പറയാൻ, മോശ അതേ കണ്ടിട്ടുള്ളൂ. തനിക്കെതിരായിട്ട് നിൽക്കുന്ന, തനിക്ക് ഇഷ്ടപ്പെടാത്തവരെയൊക്കെ കൊന്നുകളയാ. ഇതാ രാജാവിൻ്റെ പദ്ധതി. ഇതേ വളർന്നത് അതിനകത്താണല്ലോ. മനസ്സിലാവണ്ടേ? പക്ഷേ അപ്പോഴീ സ്വന്തം ജനത്തിൻ്റെ ഒരു പ്രത്യേകത, കൊന്നു കളഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണോ അവർ തന്നെ അവനെ തള്ളിയത്. ദേ അവൻ വന്നേക്കണം, നമ്മളെ കൊല്ലാൻ വന്നേക്കണം എന്ന് പറഞ്ഞ് വീണ്ടും റിജക്റ്റ് ചെയ്തു. ഇതാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. യഹൂദന്മാരെ രക്ഷയ്ക്കായിട്ട് വന്ന ക്രിസ്തുവിനെ അവർ തന്നെ തള്ളിക്കളഞ്ഞേക്കുക. സ്വന്തമായവനെ അവർ തന്നെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടു, നമുക്ക് രക്ഷയായി തീർന്നു. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. കണ്ടോ? ആ പദ്ധതി ഇസ്രയേലിനെ തള്ളിക്കഴിഞ്ഞപ്പോൾ സാത്താൻ വിചാരിച്ചു, ഓ ഇനിയിപ്പോൾ ആര്? ഇസ്രയേൽ ജനതയും തള്ളി, ഇനിയിപ്പോൾ ആരുമില്ലെന്ന്. പക്ഷേ കർത്താവ് അതെന്ത് ചെയ്തു? നേരെ പൗലോസിനെ ഇറക്കി ജെൻറ്റൈൽസിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ. അല്ലേ? ഇസ്രയേലിനായ കുത്തിയിരുന്ന് പഠിച്ച് ഗമാലിയലിൻ്റെ കീഴിലിരുന്ന് പഠിച്ച പൗലോസിനെ ഇറക്കി നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ. മനസ്സിലായ? ഹല്ലേലൂയ. അപ്പോൾ ഈ ശത്രു വിചാരിക്കുന്ന പദ്ധതികളൊന്നും നടപ്പിലാകുകയില്ല. അതുകൊണ്ട് മിസ്രൈമിൽ നിന്ന് എന്ത് ഓടിച്ചു? ഈ പറഞ്ഞ ഫറവോൻ്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ട് ഓടിച്ചു? തിരിച്ചോടിച്ച് നേരെ ചെന്ന് കയറിയതാരാ? യിത്രോ പുരോഹിതൻ്റെ വീട്ടിലാണ്. അപ്പോൾ പുരോഹിതനിൽ നിന്ന് അടുത്ത് പഠിച്ചു എങ്ങനെ മൗണ്ടനിൽ കയറാന്ന്, പ്രാർത്ഥനയിൽ കയറാന്ന്, മലമുകളിൽ കയറാന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ മലമുകളിൽ കയറിയപ്പോൾ കിട്ടിയ തീവായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ 2 ഡെസ്റ്റിനി ഹെൽപ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഒന്ന് ഫറവോൻ തന്നെ പഠിപ്പിച്ചു എങ്ങനെ ഇത് ചെയ്യണമെന്ന്, അടുത്തയാൾ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. പ്രാർത്ഥനയും ഭരണവും, അതോറിറ്റി, പ്രയർ പ്ലസ് അതോറിറ്റിയാണ് വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. രണ്ടും വേണം, രണ്ടുമില്ലാതെ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രയറും വന്ന് അതോറിറ്റിയും പഠിപ്പിച്ച് 2 സ്ഥലത്ത് നിന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കർത്താവ് പറഞ്ഞു, ഇനി 30 ലക്ഷത്തിനെ വിടിവിച്ചുകൊണ്ട് പോരെന്ന്. ഹല്ലേലൂയ. പ്രയറും അതോറിറ്റിയും വന്നാൽ കർത്താവ് മിറാക്കിൾ ഇറക്കും. മോശയല്ല മിറാക്കിൾ ഇറക്കിയത്, കർത്താവ്. ഹല്ലേലൂയ. പക്ഷെ നമുക്കെന്ത് വേണം? ചെയ്യാനൊരു കൈയും വേണം, പറയാനൊരു വായും വേണം, മധ്യസ്ഥത വഹിക്കാനായിട്ട് നമുക്ക് വേണം. ഇത്ര ഉണ്ടെങ്കിൽ ബാക്കി കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പോൾ ഈ ഒരു തിന്മയാന്ന് വിചാരിച്ച് മോശയുടെയും ജോസഫിൻ്റെയും ജീവിതത്തിൽ നടന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതെങ്കിലും ഒരു പ്രത്യാശയായിരിക്കട്ടെ. അതുകൊണ്ട് പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാഗ്ദത്തം നമ്മൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നന്മയായിരുന്നു നമ്മൾ ഓർക്കണം. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുന്ന സകലതും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വചനം തന്നെ പറഞ്ഞ് അതിൽ നിന്ന് പുറത്തു കിടക്കുക. നിങ്ങൾ പറയും, ഒരു ശത്രുവിൻ്റെ ഓരോ തോൽവി നിങ്ങളെ മുന്നിൽ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശത്രു ഓരോ കെണി പണിയുമ്പോൾ അവൻ ഭയങ്കര മിടുക്കനും, അവൻ ഭയങ്കര ക്ഷമയുള്ളവനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര ക്ഷമ. അവൻ കാത്തിരുന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ്റെ കാത്തിരിപ്പ് തന്നു കഴിഞ്ഞിട്ട് ആ കാത്തിരുന്ന് ഇവനെ ഉപദ്രവിക്കുന്ന സമയത്ത് നിങ്ങളും കാത്തിരുന്നോ. ആ സമയത്ത് പറയാ, നീ വെറുതെ നോക്കണ്ട, വെറുതെ എന്തിനാ പരാജയപ്പെട്ടവരായിട്ട് നിന്നെ കാണേണ്ട വരുമ്പോൾ സങ്കടം ഓർത്ത് പറയുക കേട്ടോ, വെറുതെ മാറി നിൽക്കാൻ പറയുക. ഹല്ലേലൂയ. ദൈവം എനിക്ക് പദ്ധതി ഇട്ടത് തന്നെ വരും. അതുകൊണ്ട് നിങ്ങൾ മുമ്പുള്ളവയെക്കുറിച്ച് ഓർക്കണ്ട, പിമ്പുള്ളവയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അതിന് നിങ്ങൾക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതാ നിങ്ങൾക്ക് പുതിയതൊന്നും ചെയ്തിരിക്കുന്നു, മരുഭൂമിയിൽ വഴികളും നിർജ്ജന പ്രദേശത്ത് നദികളും തന്നെ എന്ന് വാഗ്ദത്തം ചെയ്ത യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകത്തിൽ 43:18-19 കിടക്കുന്നത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഹല്ലേലൂയ. വേറെ ശത്രുവിൻ്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കേണ്ട. പദ്ധതി ഇട്ടു, അതിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ നിന്ന്. പകരം ഇൻസ്റ്റോൾ ചെയ്യുക പുതിയ സോഫ്റ്റ്വെയറിനകത്ത് പ്രൊഫസി മാത്രം മതി, പുതിയ സോഫ്റ്റ്വെയറിനകത്ത് പ്രോമിസസ് മാത്രം മതി, പുതിയ സോഫ്റ്റ്വെയറിനകത്ത് ഗാനങ്ങൾ മതി. എന്താണ്? നിങ്ങൾ ഹൃദയം നിറഞ്ഞവരായി ആത്മീയ ഗീതങ്ങളാലും
സങ്കീർത്തനങ്ങളാലും തമ്മിൽ സംസാരിച്ചും എല്ലായ്പ്പോഴും എല്ലാറ്റിനും പിതാവാം ദൈവത്തിന് മഹത്വപ്പെടുത്തുകൊണ്ടിരിക്കുന്നു, കർത്താവിന് പാടിയും അല്ലേ. എന്നിട്ട് കൊളോസ്യരുടെ 3:17 വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വാക്കിനാലും പ്രവൃത്തിയാലും എന്ത് തന്നെ ചെയ്താലും അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തും പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ഈ സോഫ്റ്റ്വെയർ കയറ്റ് മറ്റേ സോഫ്റ്റ്വെയർ ഡിലീറ്റ് ചെയ്യുക. ഹാലല്ലുയ. നെഗറ്റീവ് വരുന്ന സോഫ്റ്റ്വെയർ ഇന്നത്തേക്ക് ഡിലീറ്റ് ആൻഡ് പോസിറ്റീവ് വചനത്തിൽ ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്തിനാ ഞാൻ തന്നെ നെഗറ്റീവ് പറയണം? ഉറപ്പുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വചനം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ സോഫ്റ്റ്വെയർ കേട്ടുന്നു. ഹാലല്ലുയ. താങ്ക് യു ലോർഡ്. കർത്താവെ, അത്ഭുതകരമായിട്ട് കർത്താവെ നീ ഞങ്ങളോട് സംസാരിച്ച കൃപയ്ക്കായിട്ട് അന്ന് പറയുന്നു. എന്നോടും കർത്താവെ ഈ നിൻ്റെ മക്കളോടും കൊതിയോടെ കയറിയതാ എൻ്റെ അപ്പ. ഹാലല്ലുയ. കർത്താവെ കേൾക്കുവാൻ വേണ്ടിയിട്ട് കർത്താവെ കയറിയ ഇവരുടെ മേൽ കർത്താവെ അങ്ങ് വെച്ചിരിക്കുന്നത്, അങ്ങ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തതുമായിട്ടുള്ള അത്രയും വലിയ രാജകീയ പുരോഹിത വർഗത്തിലേക്ക് കർത്താവെ ഒരു ജോസഫിനെ പോലെ, മോശയെ പോലെ, ഡേവിഡിനെ പോലെ, ദാനിയേലിനെ പോലെ, അബ്രഹാമിനെ പോലെ കർത്താവെ നീ പുതിയ നിയമത്തിലും അനുഗ്രഹത്തിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്ന അളവ് പോലെ അബ്രഹാമാകയാൽ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കർത്താവെ ക്രിസ്തു യേശുവിലൂടെ അബ്രഹാമിൻ്റെ അനുഗ്രഹം ആ ക്രിസ്തു യേശുവിലൂടെ എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവെ, അതുകൊണ്ട് അതേ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിലേക്ക് തന്നെ എല്ലാ ലെവലിലും കർത്താവെ, അത് സ്പിരിച്വലായിട്ട്, മെൻ്റലായിട്ട്, ഫിസിക്കലായിട്ട്, മെറ്റീരിയലായിട്ട്, ഫിനാൻഷ്യലായിട്ട്, ഇമോഷണലായിട്ട്, മെൻ്റലായിട്ട്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വൈസിലും എല്ലാ ലെവലിലും കർത്താവെ, ഹയർ ലെവലിലുള്ള കർത്താവെ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ കർത്താവെ ഈ സഭയുടെ മേലും കേട്ട ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കർത്താവെ വ്യാപരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പാസ്റ്ററേയും സിസ്റ്ററേയും കർത്താവെ കർത്താവെ 1000 തലമുറകളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവെ ഈ കൺസിസ്റ്റൻസിക്കായിട്ട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഇവരെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ, ഈ സഭയെ അങ്ങ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നത് കർത്താവെ. ഇന്ന് കേട്ട വചനം കർത്താവെ എല്ലാ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന വചനം കർത്താവെ ഇവരുടെ ജീവിതത്തിൽ ഓരോ മണിക്കൂറും ചെവിയിൽ മുഴങ്ങട്ടെ എൻ്റെ അപ്പ. പരിശുദ്ധാത്മാവെ അതിനായിട്ട് ഇവരെ സഹായിക്കണമേ കർത്താവെ. ഈ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്ത് കർത്താവെ നന്മ മാത്രം, നന്മയായതും സൽക്കീർത്തിയായതും പേഴ്ചയായതും സ്നേഹമായതും രുചിയായതും ഘനമായതും മാത്രം ചിന്തിച്ചു കൊള്ളുവാൻ തക്കവണ്ണം കർത്താവെ ഇവരെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദി പറയുന്ന കർത്താവെ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ എപ്പോഴും കേൾക്കുന്ന ദൈവം, ഈ പ്രാർത്ഥനകൾക്ക് മറുപടി കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിപ്പാൻ സഹായിച്ചിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.